നിലവിൽ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം എങ്ങനെയാണ്? ഈ പാലത്തിന്റെ നിർമ്മാണം നിർത്തിയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകളെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നൊക്കെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. ഏറ്റവും ഒടുവിലായി ഒരു മൃതദേഹം കൂടിയാണ് മുണ്ടക്കൈ മേഖലയിൽ നിന്നും ഇപ്പോൾ ചൂരൽമലയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. റോപ്പ് വഴി വടം കെട്ടി കയറ് കെട്ടി അതിന് മൃതദേഹം ഇവിടേക്ക് എത്തിച്ചു. തുടർന്നപ്പോൾ ആംബുലൻസ് കയറ്റി മേപ്പാടിയിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നതാണ്. ഏതായാലും ഓരോ മണിക്കൂറിനുള്ളിൽ ഒന്നോ രണ്ടോ മൃതദേഹങ്ങൾ ഈ മുണ്ടക്കൈ മേഖലയിൽ നിന്നും ചൂരൽമലയിലേക്ക് എത്തുന്നു എന്നതാണ്. അത്രയധികം ഭീകരമായ ഒരു ദുരന്തം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴും മൃതദേഹങ്ങൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. അത് ഓരോ മണിക്കൂറും ഒന്നോ രണ്ടോ ആയി അത് ഇവിടേക്ക് എത്തുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് പുഴയിൽ വലിയ രീതിയിൽ ഉയർന്നിട്ടുമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഈ രക്ഷാദൌത്യത്തിൽ. കാരണം പാലം പണി പൂർത്തീകരിച്ചാൽ മാത്രമാണ് ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് മണ്ണുമാന്തി യന്ത്രമടക്കമുള്ള സൗകര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്ന കൂടുതൽ പേരെ പുറത്തേക്ക് രക്ഷിക്കാൻ കഴിയുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വെള്ളം കുത്തിയൊലിക്കുന്നത് ഒരു വലിയ തടസ്സം തന്നെയാണ്. പ്രത്യേകിച്ചും ഇവിടെ കുറെ ഉപകരണങ്ങൾ ചൂരൽമലയിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.